ജമ്മുകശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഡൽഹി RML ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പുൽവാമ ആക്രമണത്തെക്കുറിച്ചുള്ള സത്യപാൽ മാലിക്കിന്റെ പരാമർശങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ചോദ്യങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ബാലഗോപാൽ വിശദവിവരങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, എങ്ങനെയായിരുന്നു അന്ത്യം? അസുഖബാധിതനോ മറ്റോ ആയിരുന്നു? മോദി ദീർഘകാലമായി അദ്ദേഹം ഈ വൃക്കരോഗങ്ങൾക്ക് ചികിത്സ തേടി വരികയായിരുന്നു. ഡൽഹിയിലെ RML ആശുപത്രിയിലായിരുന്നു. റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:10 സത്യപാൽ മാലിക്കിന്റെ മരണം സംഭവിച്ചത്. അദ്ദേഹം മുമ്പ് ജമ്മു കാശ്മീരിന്റെ ഗവർണറായിരുന്നു. ആ സമയത്താണ് ഈ പുൽവാമ ഭീകരാക്രമണം ഉണ്ടായിരുന്നത്. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സത്യപാൽ മാലിക് കേന്ദ്ര സർക്കാരിനെ പറ്റിയ വീഴ്ചകളെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളുമൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ സത്യപാൽ മാലിക്കിനെതിരെ ഒരു CBI അന്വേഷണത്തിന് CBI ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും സത്യപാൽ മാലിക്കിന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനുള്ളിൽ തന്നെ ഡൽഹിയിലെ RK പുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. തുടർന്ന്